ഹായ് ഓൾ, ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു നോട്ടിഫിക്കേഷനുമായിട്ടാണ്. മറ്റൊന്നുമല്ല, കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള ഭാരത് ഹെവി ഇലക്ട്രിക്കൽ ലിമിറ്റഡിലേക്കാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. പ്രധാനമായിട്ടും രണ്ട് പോസ്റ്റുകളിലേക്കാണ് അവർ നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുന്നത്. എഞ്ചിനീയർ ട്രെയിനി ആൻഡ് സൂപ്പർവൈസർ ട്രെയിനി ഇൻ ഈ രണ്ട് പോസ്റ്റുകളിലേക്കാണ് അവർ റിക്രൂട്ട്മെന്റ് നടത്തുന്നത്. അപ്പം ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷിക്കുമ്പോൾ എന്തൊക്കെയാണ് നിങ്ങളുടെ യോഗ്യതകൾ വേണ്ടതെന്നും എത്രയൊക്കെയാണ് വേക്കൻസി എന്നും എങ്ങനെയാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ പ്രൊസീജിയർ എന്നൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ട് ഈ ഒരു തസ്തികയിലെ നമ്പേഴ്സ് നോക്കാം. ആത്യന്തികമായിട്ട് റിക്രൂട്ട്മെന്റ് ഓഫ് 150 എഞ്ചിനീയറിംഗ് ട്രെയിനീസിനെയാണ് നൽകിയിരിക്കുന്നത്. അതായത് എഞ്ചിനീയറിംഗ് ട്രെയിനി എന്ന പോസ്റ്റിലേക്ക് അവർക്ക് ആവശ്യമുള്ളത് 150 പേരെയാണ്. അത് അതിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിലവിൽ 150 എക്സാം കഴിയുമ്പോൾ ചിലപ്പോൾ അത് ഉയരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള കാറ്റഗറിയിൽ ആൾക്കാരെ അവർ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. മൊത്തത്തിൽ 150 വേക്കൻസിയാണ് നിലവിലുള്ളത്. ഇനിയും സൂപ്പർവൈസർ ട്രെയിനി എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് വേണ്ടത് 250 കാൻഡിഡേറ്റിനാണ്. മൊത്തം കാൻഡിഡേറ്റുകളുടെ എണ്ണം 250 അതിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള റിസർവേഷനുകളൊക്കെ പോകും, അത് സ്വാഭാവികമാണ്. അങ്ങനെ നോക്കുമ്പോൾ അൺറിസർവ്ഡ് കമ്മ്യൂണിറ്റിക്ക് 110 എഞ്ചിനീയർ എന്ന് പറയുന്ന തസ്തികയിലേക്ക് 60 വേക്കൻസികളാണ് അൺറിസർവ്ഡ് ആയിട്ടുള്ളത്. ബാക്കിയൊക്കെ പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് അതാത് തസ്തികകൾ കൊണ്ട് നോട്ടിഫിക്കേഷൻ എടുത്താൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓരോ കമ്മ്യൂണിറ്റിക്കും എത്ര വേക്കൻസീസ് ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഇനിയും ഏത് മേഖലകളിലേക്കാണ് നമ്മൾ റിക്രൂട്ട്മെന്റ് നടക്കുന്നത് എന്നുള്ളതാണ് പ്രധാനമായിട്ട് നോക്കുന്നത്. ആദ്യമായിട്ട് ഡിസിപ്ലിനായിട്ട് പറയുന്നത് മെക്കാനിക്കൽ ഡിസിപ്ലിനിലേക്കാണ്. മെക്കാനിക്കൽ ഡിസിപ്ലിനിലേക്ക് നോക്കുമ്പോൾ മെക്കാനിക്കലിലെ ഏതൊക്കെ സബ് കാറ്റഗറികൾ ഇതിൽ ഉൾപ്പെടും എന്ന് ബില്ല് കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട്. അതിൽ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഇൻഡസ്ട്രിയൽസ് ആൻഡ് പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ്, ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ്, പ്രൊഡക്ഷൻ ടെക്നോളജി മാനുഫാക്ചറിംഗ് എഞ്ചിനീയറിംഗ്, മെക്കട്രോണിക്സ്, മാനുഫാക്ചറിംഗ് പ്രോസസ് ആൻഡ് ഓട്ടോമേഷൻ, പവർ പ്ലാന്റ് എഞ്ചിനീയറിംഗ്, പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ്, പ്രൊഡക്ഷൻ ആൻഡ് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ്, തെർമൽ എഞ്ചിനീയറിംഗ്, മാനുഫാക്ചറിംഗ് ടെക്നോളജി, പവർ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ ആൻഡ് അതർ എനി അലൈഡ് ബ്രാഞ്ചസ് വിത്ത് മെക്കാനിക്കൽ ആസ് പ്രൈമറി സബ്ജക്ട്. ഈ ഒരു മേഖലയിൽ നിങ്ങൾ എടുത്തിരിക്കുന്ന ഏത് ഡിഗ്രിയെയും ഈ ഒരു മെക്കാനിക്കൽ എന്ന കോളത്തിൽ അവർ കൺസിഡർ ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ അത് ഇക്വലൻസി ആയിട്ട് അവർ കൺസിഡർ ചെയ്യുന്നതാണ് എന്നാണ് പറയുന്നത്. അടുത്ത സ്ട്രീം എന്ന് പറയുന്നത് ഇലക്ട്രിക്കലാണ്. ഇലക്ട്രിക്കലിൽ പ്രധാനമായിട്ടും പവർ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് കൺട്രോൾ, ഹൈ വോൾട്ടേജ് എഞ്ചിനീയറിംഗ്, പവർ സിസ്റ്റം ആൻഡ് ഹൈ വോൾട്ടേജ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ മെഷീൻ, പവർ പ്ലാന്റ് എഞ്ചിനീയറിംഗ്, എനർജി എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് അതർ എനി അലൈഡ് ബ്രാഞ്ച് ഇലക്ട്രിക്കൽ ആൻഡ് പ്രൈമറി സബ്ജക്ട്. അതായത് ഇലക്ട്രിക്കൽ ഒരു പ്രൈമറി സബ്ജക്റ്റ് ആയിട്ട് എടുത്തിരിക്കുന്ന എല്ലാ എഞ്ചിനീയറിംഗിനെയും ഇവിടെ ഇലക്ട്രിക്കലിന് തുല്യമായിട്ട് അവർ കൺസിഡർ ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അടുത്തത് ഇലക്ട്രോണിക്സ് ആണ്. ഇലക്ട്രോണിക്സുമായിട്ട് ബന്ധപ്പെട്ട് ഇൻസ്ട്രുമെന്റേഷൻ, അപ്ലൈഡ് ഇലക്ട്രോണിക്സ്, പവർ ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, ഇൻഡസ്ട്രിയൽ ഇലക്ട്രോണിക്സ്, മെക്കട്രോണിക്സ്, കൺട്രോൾ ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ, ഇലക്ട്രോണിക്സ് ആൻഡ് അതർ എനി അലൈഡ് ബ്രാഞ്ചസ് വിത്ത് ഇലക്ട്രോണിക്സ് ആസ് പ്രൈമറി സബ്ജക്ട് എന്നുള്ളതിനെ ഇവിടെ ഇലക്ട്രോണിക്സ് എന്ന രീതിയിൽ തന്നെ ഇവിടെ കൺസിഡർ ചെയ്യുമെന്ന് വ്യക്തമായിട്ട് പറയുന്നു. അടുത്തത് സിവിലാണ്. സിവിലുമായിട്ട് ബന്ധപ്പെട്ട് സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ്, കൺസ്ട്രക്ഷൻ എഞ്ചിനീയറിംഗ്, സിവിൽ ആൻഡ് അതർ എനി അലൈഡ് ബ്രാഞ്ചസ് ഓഫ് സിവിൽ പ്രൈമറി സബ്ജക്റ്റ് ആയിട്ട് എടുത്തിരിക്കുന്ന സബ്ജക്റ്റുകളെ മുഴുവൻ ഇവിടെ സിവിലായിട്ടും കൺസിഡർ ചെയ്യുമെന്ന് നോട്ടിഫിക്കേഷൻ പറയുന്നു. അതായത് ഏറെക്കുറെ എല്ലാവർക്കും ഇതിന് അപേക്ഷിക്കാനുള്ള നിർദ്ദിഷ്ട മേഖലയിൽ അപേക്ഷിക്കാനുള്ള യോഗ്യതയുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇനിയും അടുത്തത് കെമിക്കലാണ്. കെമിക്കൽ എഞ്ചിനീയറിംഗുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ സെറാമിക് എഞ്ചിനീയറിംഗ്, മെറ്റീരിയൽ എഞ്ചിനീയറിംഗ്, കെമിക്കൽ ആൻഡ് അതേഴ്സ്. അതായത് കെമിക്കൽ ഒരു മെയിൻ സബ്ജക്റ്റായിട്ട് എടുത്തിരിക്കുന്ന എല്ലാ എഞ്ചിനീയറിംഗിനെയും എവിടെയും കൺസിഡർ ചെയ്യുന്നുണ്ട്. അടുത്തതായിട്ട് മെറ്റലർജിയാണ്. മെറ്റലർജിയിൽ മെറ്റീരിയൽ എഞ്ചിനീയറിംഗ്, എക്സ്റ്റൻസീവ് മെറ്റലർജി, ഫൗണ്ടറി ടെക്നോളജി, പ്രോസസ് മെറ്റലർജി. ഇനിയും മെറ്റലർജി പ്രധാന വിഷയമായിട്ട് എടുത്തിരിക്കുന്ന മറ്റെല്ലാ എഞ്ചിനീയറിംഗിനെയും ഇവിടെ ഇതിന് ഈക്വലായിട്ട് കൺസിഡർ ചെയ്യുന്നതാണ്. ഇനിയും ഇത് നിങ്ങളുടെ പ്രായപരിധിയും റിലാക്സേഷനും ഒക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിലേക്ക് കടക്കാം. ഇവിടെ എഞ്ചിനീയർ ട്രെയിനി എന്ന് പറയുന്ന തസ്തികയിലേക്ക് അപേക്ഷിക്കുവാനുള്ള പ്രായപരിധി എന്ന് പറയുന്നത് 27 വയസ്സാണ്. അതായത് കാൻഡിഡേറ്റ് ബോൺ ബിഫോർ 1/2/98, അതായത് ബിടെക് ആ ഒരു സബ്ജക്റ്റിന്റെ കണ്ടീഷനിലാണ്. എന്നാൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ഉള്ളത്, ഫുൾ ടൈം ആയിട്ട് പോസ്റ്റ് ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്തവർക്ക് 29 വയസ്സ് വരെ ഏജ് റിലാക്സേഷൻ ജനറൽ കമ്മ്യൂണിറ്റിക്ക് നൽകുന്നതായിട്ട് പറയുന്നുണ്ട്. ഇനി സൂപ്പർവൈസർ ട്രെയിനി എന്ന് പറയുന്ന ഒരു തസ്തികയിലേക്ക് നോക്കുമ്പോൾ ഇവിടെ 27 വയസ്സ് വരെ മാത്രമേ അപേക്ഷിക്കുവാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ക്രൈറ്റീരിയ ആയിട്ട് പറയുന്നത്. ഇവിടെ പ്രായപരിധി കണക്കാക്കുന്നത് 1/2/2025 ഇവിടുത്തെ പ്രായപരിധിയുടെ അടിസ്ഥാനം.
ഇനിയും നമ്മൾ ഓർത്തിരിക്കേണ്ടതുണ്ട്, ഇത് ഗവൺമെന്റ് കമ്പനി ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് നിയമാനുസൃത ഏജ് റിലാക്സേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇനിയും മറ്റ് ചില കണ്ടന്റുകളിലേക്ക് പോകാം. അതിൽ തന്നെ ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സാണ്. ആദ്യമായിട്ട് ഇതിനകത്ത് സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് നടത്തിയ ശേഷം അതിനൊരു കട്ട് ഓഫ് മാർക്ക് വെച്ച ശേഷം ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടാണ് പിന്നീടുള്ള ഫർദർ പ്രൊസീജിയേഴ്സ് നടത്തുന്നതെന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത്, ഇന്റർവ്യൂവിന് വിളിക്കുന്ന റേഷ്യോവും എക്സാമും തമ്മിലുള്ളത് 1:5 ആണ്. അതായത് ഒരു വേക്കൻസിക്ക് 5 പേരെ എന്ന രീതിയിൽ അവർ ഇന്റർവ്യൂവിന് സെലക്ട് ചെയ്യും എന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ജോലി കിട്ടാനുള്ള സാധ്യത 5-1 മാത്രമായിരിക്കും. അതുകൊണ്ട് തന്നെ നല്ല കട്ട് ഓഫ് മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ജോലി കിട്ടുകയുള്ളൂ. അതിനുശേഷം നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഉണ്ടായിരിക്കും. അതായത് CBT എക്സാമിന് ശേഷം സ്റ്റേജ് 2 ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഉണ്ടായിരിക്കും. അതിനുശേഷം അതിൻ്റെ സ്കൂട്ടണി ഉണ്ടായിരിക്കും. അതിനുശേഷം മാത്രമേ ഇവിടെ റിക്രൂട്ട്മെന്റ് ഉള്ളൂ. ഇനിയും ഇവിടെ നമ്മളെ അട്രാക്ട് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറഞ്ഞാൽ സാലറിയാണ്. ഇവിടെ എഞ്ചിനീയറിംഗ് ട്രെയിനി ആയിട്ട് കയറുന്ന ഒരു ട്രെയിനിക്ക് ട്രെയിനിങ് സമയത്ത് കിട്ടുന്നത് 50,000 രൂപ സ്റ്റൈഫൻഡ് ആണ്. എന്നാൽ സാലറിയുടെ ലെവലിലേക്ക് മാറുമ്പോൾ, ജോലിയിലേക്ക് കയറുമ്പോൾ ഏതാണ്ട് 60,000 മുതൽ 1,80,000 രൂപ വരെ സാലറി ലഭിക്കുന്ന വലിയ തസ്തികയാണ്. സൂപ്പർവൈസർ ട്രെയിനി ആയിട്ട് കയറുന്ന ഒരാൾക്ക് സൂപ്പർവൈസർ ട്രെയിനിയുടെ പൊസിഷൻ ഇരിക്കുമ്പോൾ അവർക്ക് 32,000 രൂപ സ്റ്റൈഫൻഡും, ജോലിയിലേക്ക് കയറുമ്പോൾ 32,000 രൂപ മുതൽ 1,00,000 രൂപ വരെ ഉയർന്ന സാലറിയും കിട്ടുന്ന ഒരു തസ്തികയാണ്. ഇനിയും ഇവിടെ ഓർത്തിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഒരു ബോണ്ട് ഇവിടെ കമ്പൽസറി ആണ്. നിങ്ങൾ ഈ ഒരു തസ്തികയിലേക്ക് സെലക്ട് ചെയ്യപ്പെട്ടാൽ ട്രെയിനിങ്ങിന് ശേഷം ട്രെയിനിങ് കൂടാതെ 3 വർഷം അറ്റ്ലീസ്റ്റ് ഈ ഒരു കമ്പനിയിൽ നിങ്ങൾ ജോലി ചെയ്തിരിക്കണം എന്നൊരു ബോണ്ട് വ്യവസ്ഥ ഇവിടെ ചെയ്തിട്ട് മാത്രമേ നിങ്ങൾക്ക് ഇതിൽ ജോയിൻ ചെയ്യാൻ പറ്റൂ. ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇനിയും അപേക്ഷാ ഫീസാണ്. ഇതിൽ അപേക്ഷാ ഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ OBC EWS അൺറിസർവ്ഡ് കമ്മ്യൂണിറ്റിക്ക് ടോട്ടൽ 1,072 രൂപയാണ് ഫീസ്. ഇനിയും SC ST PWD എക്സ് സർവീസ്മാൻ മുതലായവർക്ക് പ്രോസസ്സിംഗ് ഫീ ആയിട്ട് 400 രൂപയും GST മാത്രം അടച്ചാൽ മതിയാവും. എന്നാൽ ജനറൽ കമ്മ്യൂണിറ്റിക്ക് ഫീ ആയിട്ട് 600 രൂപയും പ്രോസസ്സിംഗ് ഫീ ആയിട്ട് 400 രൂപയും GST അടക്കേണ്ടി വരും. അങ്ങനെയാണ് 1,072 രൂപ വരുന്നത്. ഇത് OBC EWS മുതലായ എല്ലാ വിഭാഗത്തിനും ഇത് ബാധകമാണ്. SC ST ആൻഡ് PWD കാൻഡിഡേറ്റ്സിന് മാത്രമാണ് പ്രോസസ്സിംഗ് ഫീയും GST മാത്രം ബാധകമാവുന്ന. അവരും 400 രൂപ അടയ്ക്കേണ്ടതുണ്ട്. അതായത് 472 രൂപയും 1,072 രൂപയുമാണ് ഇവിടുത്തെ ഫീസ് എന്ന് നമുക്ക് കാണാൻ പറ്റും. ആരും ഫീയിൽ നിന്ന് എക്സംപ്റ്റഡ് അല്ല എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഓർക്കുക, വളരെ പ്രധാനപ്പെട്ട നല്ല ശമ്പളം കിട്ടുന്ന ഒരു തസ്തികയാണ്. ഇനി നമുക്ക് ഇത് എന്ന് വരെ അപേക്ഷിക്കാം എന്നുള്ളതാണ്. ഇതിൽ പ്രധാനമായിട്ടും ഇത് അപേക്ഷിക്കേണ്ട ഡേറ്റ്, അവസാനത്തെ ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഈ മാസം അവസാനം 28 ഫെബ്രുവരി 2025 ആണ്. ഇതിൻ്റെ ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ പ്രതീക്ഷിക്കുന്നത് 11-12 തീയതികളിൽ ഏപ്രിലും 13 ഏപ്രിലും ആയിരിക്കും പരീക്ഷകൾ, അതായത് ഇതിന് എക്സാമിനേഷൻ നടക്കുന്നതെന്ന് അവർ കൺസിഡർ ചെയ്യുന്നതായിട്ട് കരുതുന്നു. അതായത് 1 ഫെബ്രുവരിയിൽ ഈ ഒരു വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ട്, ആപ്ലിക്കേഷൻ വിൻഡോ. ഇതിൻ്റെ അവസാനത്തെ ഡേറ്റ് 28 ഫെബ്രുവരി 2025 വരെയാണെന്നുള്ളത് എടുത്തു പറയുന്നുണ്ട്. അപ്പം മറക്കണ്ട, എല്ലാവരും ഈ യോഗ്യതയുള്ളവർ ഉടൻ തന്നെ അപ്ലൈ ചെയ്യേണ്ടതാണ്. അതിനുള്ള വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ careers.bel.in എന്ന് പറയുന്ന സൈറ്റ് വഴിയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ആ സൈറ്റ് വഴി കയറി നിർദ്ദിഷ്ട യോഗ്യതയുള്ള എല്ലാവരും അപ്ലൈ ചെയ്യുക. കിട്ടാവുന്ന നല്ലൊരു എക്സ്പീരിയൻസും നല്ല ഉയർന്ന സാലറി ഉള്ളൊരു ഗവൺമെൻറ് സ്ഥാപനമാണ്. അപ്പം എല്ലാവർക്കും വിജയാശംസകൾ. മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.